ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിംഗ്. അങ്ങനെ ഫൈനലി ആസിഫ് അലി ആൻഡ് ബിജു മേനോൻ കോംബോയിൽ സംഭവിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ട്രെൻഡിങ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ. അങ്ങനെ ഇരിക്കെ നമ്മൾക്ക് ഈ ഒരു സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു സിനിമയിലെ കാസ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ, അതേപോലെ തന്നെ ആസിഫ് അലി, മിയ ജോർജ്, അനുശ്രീ, ദിലീഷ് പോത്തൻ, ശങ്കർ രാമകൃഷ്ണൻ, അതേപോലെ തന്നെ രഞ്ജിത്ത്, പിന്നെ കോട്ടയം നസീർ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ മെയിനായിട്ട് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഒരു സിനിമയുടെ ക്രൂ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു പടം സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജിസ് ജോയ് അദ്ദേഹമാണ്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ അരുൺ നാരായണനാണ്. അതേപോലെ തന്നെ കോ പ്രൊഡ്യൂസർ കൂടിയുണ്ട്, സിജോ സെബാസ്റ്റ്യൻ ആണ് പുള്ളിക്കാരൻ്റെ പേര്. അതേപോലെ തന്നെ ഈ ഒരു പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് ES ആണ്. പിന്നെ പടത്തിൻ്റെ ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയിലെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദീപക് ദേവ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾക്കിനി ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂയിലേക്ക് വരാണെങ്കിൽ പടം വേറെ ലെവലാണെന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി ഇവർ രണ്ടുപേര് തമ്മിലുള്ള ചില കോംബോ സീൻസ് കാര്യങ്ങളൊക്കെ വേറെ ലെവലാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അനുശ്രീ പുള്ളിക്കാരി ഈ ഒരു പടത്തിൽ തകർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ പുള്ളിക്കാരൻ നൈസ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ രഞ്ജിത്ത് കൊള്ളാം. അതേപോലെ തന്നെ കോട്ടയം നസീർ പുള്ളിക്കാരനൊക്കെ ഈ ഒരു പടത്തിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ കിടിലൻ കംബാക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് നമ്മൾക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ബിജു മേനോൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പടത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ വേറെ ലെവലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെയാണ്. ദീപക് ദേവ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ ഭാഗത്ത് നിന്ന് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കിടലിനായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോട്ടയം നസീറൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പടത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന എക്സലന്റ് റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത് പക്ക പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഫൈനൽ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇനി ഈ ഒരു സിനിമയുടെ ഒരുപാട് ഷോസ് ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കണ്ടിറങ്ങിയ ആളുകൾ മാത്രമേ ഇതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ളൂ. ഇനിയും ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഒരുപാട് ഷോസ് കളിക്കാൻ ബാക്കിയുണ്ട്, അതൊക്കെ കാണാൻ ആളുകളും ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി മറ്റുള്ളവരൊക്കെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സിനിമ ഹിറ്റാണോ കളറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സോ ഗൈസ്, അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായും നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എന്തൊക്കെ തന്നെയായാലും ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ കിടിലൻ കംബാക്ക് തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചില പടങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അതിനേക്കാളും ഒക്കെ കിടിലൻ തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബിജു മേനോൻ പെർഫോമൻസിൽ ഒരു വിട്ടുവീഴ്ചയും കാഴ്ചവെച്ചിട്ടില്ല, പുള്ളിയും കിടക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി റിവ്യൂസുകൾക്കും മൂവി അപ്ഡേറ്റ്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെയായാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ. അതിനു മുൻപ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.